കാരണമായി വരുന്നു. അങ്ങനെ ഹിജ്റ കലണ്ടറിൻ്റെ ചർച്ചയ്ക്ക് വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു പ്രഗത്ഭരായ സഹാബത്തിനെ വിളിച്ചു ചേർത്തു. ആ സദസ്സിൽ ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്, അലി റളിയല്ലാഹു അൻഹു ഉണ്ട്, മറ്റനേകം സഹാബത്തുണ്ട്. അങ്ങനെ ഈ വിഷയത്തിൽ അവർ ചർച്ച നടത്തി. ഇതിനൊരു പരിഹാരം കാണാം. അപ്പോഴും ഹിജ്റ കലണ്ടർ എന്ന ആശയം വന്നിട്ടില്ല. അതിൻ്റെ ചർച്ചയിലേക്ക് വരികയാണ്. ഒരു കലണ്ടർ വേണം, ഒരു തീയതി കുറിക്കണം, അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലും ഒന്ന് പരിഹാരമായി കാണണം എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചർച്ചയിൽ ഉന്നയിച്ചു. അങ്ങനെ സഹാബത്ത് ചർച്ച ചെയ്തു. എങ്കിൽ സഹാബത്തിൽ ലോകത്തിനെ സംബന്ധിച്ച് ലോക ചരിത്രത്തെക്കുറിച്ച് ധാരണയുള്ള സഹാബത്തിൽ പറഞ്ഞു, പേർഷ്യക്കാർ കലണ്ടർ ഉപയോഗിക്കുന്നുണ്ട്, നമുക്ക് അവരുടെ കലണ്ടർ ഉപയോഗിച്ചാലോ? പേർഷ്യക്കാർ കലണ്ടർ ഉപയോഗിക്കുന്നുണ്ട്, നമുക്ക് അവരുടെ കലണ്ടർ ഉപയോഗിച്ചാലോ? ഇറാഖ് ഭാഗത്തും മറ്റു പല പ്രദേശങ്ങളിലും ആ സമയത്ത് പേർഷ്യക്കാർ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് വേണ്ട, നമുക്ക് മറ്റെന്തെങ്കിലും കാണണം. അപ്പോൾ മറ്റൊരു അഭിപ്രായം ഉയർന്നു വന്നത്, റോമക്കാർ അഥവാ ഷാമിലും മറ്റു പ്രദേശങ്ങളിലുമൊക്കെ ആ സമയത്ത് ഭരണം നടത്തിയിരുന്ന റോമക്കാർ, പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് ഈ പേർഷ്യൻ റോമൻ സാമ്രാജ്യങ്ങളൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഈ റോമക്കാർക്ക് കലണ്ടറുണ്ട്, നമുക്കത് തന്നെയാണ് ഉപയോഗിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതും വേണ്ട, അതും നമുക്ക് ആവശ്യമില്ല. നമുക്ക് മറ്റെന്തെങ്കിലും നമ്മളുമായി ബന്ധപ്പെട്ട, പേർഷ്യക്കാരെ സംബന്ധിച്ച് അവരുടെ ചരിത്ര പുരുഷന്മാരിലേക്ക് ചേർത്തുകൊണ്ടുള്ള സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവർ കലണ്ടർ ഉണ്ടാക്കിയത്. റോമക്കാർക്കും അവരുടെ ചരിത്രപരമായ ചില കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് അവരും കലണ്ടർ എണ്ണിയിട്ടുള്ളത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അതിനോട് താല്പര്യമില്ല. നമുക്ക് നമ്മുടേതായ ഒരു അന്തസ്സുണ്ടല്ലോ, നമുക്കുമുണ്ടല്ലോ സംഭവങ്ങളും ചരിത്രങ്ങളും, അത് വെച്ച് നമുക്കെണ്ണാം. എങ്കിൽ ഇസ്ലാമിലേക്ക് അവർ അവരുടെ ചിന്ത ചുരുക്കി. അപ്പോൾ ഇസ്ലാമിലേക്ക് ചുരുക്കുക എന്ന് പറയുമ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ് പിന്നെ മുമ്പിൽ തെളിഞ്ഞു വരുന്നത്. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏത് സംഭവത്തെ മുൻനിർത്തിയിട്ട് വേണം നമുക്ക് ഹിജ്റ കലണ്ടർ തുടങ്ങാൻ, അല്ലെങ്കിൽ കലണ്ടർ തുടങ്ങാൻ. ഹിജ്റ കലണ്ടർ പിന്നീടാവുന്നതാണ്. കലണ്ടർ ഏത് സംഭവത്തെ മുൻനിർത്തി നമുക്ക് തുടങ്ങണം? പ്രധാനപ്പെട്ട 4 അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. ഒന്ന് പറഞ്ഞത്, നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം മുതൽ എണ്ണിത്തുടങ്ങാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചിട്ട് 1-ാം വർഷം, റസൂലുള്ളാഹി ജനിച്ചിട്ട് 2-ാം വർഷം, അങ്ങനെ എണ്ണാന്ന് പറഞ്ഞു. രണ്ടാമത്തെ അഭിപ്രായം വന്നത്, നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകത്വം കിട്ടി അവിടുന്ന് നബിയായത് മുതൽ 1-ാം വർഷം 2-ാം വർഷം എന്ന് പറഞ്ഞ എണ്ണാം.